ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ചക്കക്കുരു ക്യാരറ്റ് ചമ്മന്തി തയ്യാറാക്കാം. നോക്കിയാലോ എങ്ങനെയാണെന്ന്. ഞാനിവിടെ അതിനായിട്ട് ഒരു 16 ചക്കക്കുരു എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉണക്കമുളക്, അതോടൊപ്പം ഒരു കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം ഇതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ഞാൻ ഒരു പാന് അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ ചക്കക്കുരു ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ചക്കക്കുരു ചൂടായില്ലെന്നുണ്ടെങ്കിൽ ചമ്മന്തിക്ക് ഒരു പച്ചച്ചോവ വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അതോടൊപ്പം നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും ഒന്ന് ചൂടാക്കി കിട്ടണം. പിന്നെ ഞാനൊരു 4 ചെറിയ ഉള്ളി എടുത്തായിരുന്നു, അത് പറയാൻ വിട്ടുപോയി. അതും കൂടെ ആവശ്യമാണ്. അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ചൂടാക്കി കിട്ടാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ. പിന്നെ അതിലേക്ക് ഞാൻ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ആ ചെറിയ കഷ്ണം ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതോടൊപ്പം നമുക്ക് ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഇടിയൻ എടുത്തിട്ട് ഒന്ന് ഇടിച്ചാൽ മതി. അപ്പോൾ തൊലിയൊക്കെ പോയി കിട്ടും. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഈ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. ഇതെല്ലാം അത് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഇനി അതിലേക്ക് ആ തേങ്ങയും കൂടെ ചേർത്ത് നമുക്കൊന്ന് കറക്കിയെടുക്കണം മിക്സിയിലിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്നുകൂടെ കറക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ക്യാരറ്റ് ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.